ആത്മവിശ്വാസം കൈമുതലാക്കിയാൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പലതും സാധ്യമാകുമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ ബോസ്. പത്തനാപുരം ഗാന്ധി ഭവൻ അഭയകേന്ദ്രത്തിന്റെ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹജീവി സ്നേഹത്തിന്റെ മഹത്തായ മാതൃകയാണ് ഗാന്ധി ഭവൻ വരച്ചു കാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജന്മം തന്ന മാതാപിതാക്കളെ ഗാന്ധിഭവൻ പോലുള്ള അഭയകേന്ദ്രങ്ങളിൽ ഉപേക്ഷിക്കുന്ന മക്കൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു വസ്തുതയുണ്ട്. അമ്മയാണ് ഒരു കുഞ്ഞിന്റെ ആദ്യ ഗുരു എന്ന സത്യം. മാതാവ് നൽകുന്ന സന്ദേശമാണ് ആ കുട്ടി ലോകത്തിന് പകരുന്നതെന്ന് ഡോക്ടർ സി.വി. ആനന്ദ ബോസ് പറഞ്ഞു. ജീവിത വഴിയിൽ വീണുപോയവർക്ക് കൈത്താങ്ങായി പ്രവർത്തിച്ച ഗാന്ധി ഭവൻ സെക്രട്ടറി പുന്നൂർ സോമരാജന് എക്സലൻസ് അവാർഡ് നൽകി ഗവർണർ ആദരിച്ചു. ഇവരൊക്കെ അവാർഡിന് അർഹതായ ഇവരുടെ ഓരോ പ്രവൃത്തിയും അവാർഡിന് വേണ്ടിയുള്ളതായിരുന്നില്ല. ഒരു അവാർഡ് എന്നത് വിദൂരമോ സ്വപ്നമായി പോലും കാണാതെ നിസ്വാർത്ഥ സേവനം ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ഇന്ന് ഈ അവാർഡിന് അർഹരായത്. ഏറ്റവും വലിയ അവാർഡ് ദൈവം തന്നിട്ടുള്ളത് ശ്രീ സോമനാഥൻ തന്നെയാണ് ഈ വേദിയിൽ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഈ ഇടയ്ക്കൊക്കെ ഗാന്ധിജിയുടെ ചരിത്രം, ഗാന്ധിജി ചെയ്ത സേവനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വായിക്കാറുണ്ട്. ഓർമ്മ പുതുക്കാൻ ഗാന്ധിജി നർമ്മത്തെക്കുറിച്ച് എനിക്ക് അത്ര ബോധ്യമുണ്ടായിരുന്നില്ല. ഗാന്ധിജി നർമ്മത്തെക്കുറിച്ച് എന്നെ പരിചയപ്പെടുത്തുന്ന ശ്രീ വെണ്ണിയൂരാണ്. വെണ്ണിയൂരുടെ നോവലിസ്റ്റിയാണ് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഗാന്ധിജിയിൽ ഒരു നർമ്മബോധം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാന്ധി ഭവന്റെ 21ാം വാർഷികത്തിന്റെ ഭാഗമായ സാമൂഹ്യ സേവന രംഗത്തെ സംഭാവനകൾക്ക് SI പ്രോപ്പർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ SN രഘുചന്ദ്രൻ നായർക്കും കാർഷിക മേഖലയ്ക്കായി നൽകിവരുന്ന സേവനങ്ങൾക്ക് ക്ലീൻ വേൾഡ് ഫൗണ്ടേഷൻ ചെയർമാനും ലേബർ ഇന്ത്യ ഗ്രൂപ്പ് സ്ഥാപകനുമായ VJ ജോർജ് കുളങ്ങരയ്ക്കും ഗാന്ധി ഭവൻ ഏർപ്പെടുത്തിയ 25,000 രൂപയും ഫലകവും അടങ്ങുന്ന ദേശീയ അവാർഡ് ഗവർണർ സമ്മാനിച്ചു. സാംസ്കാരിക പ്രവർത്തകനും ഗാന്ധി ഭവൻ രക്ഷാധികാരിയുമായ പുനലൂർ K. ധർമ്മരാജൻ അധ്യക്ഷനായ ചടങ്ങിൽ ഗാന്ധി ഭവൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുന്നൂർ സോമരാജൻ, കേണൽ S. ഡിന്നി, ഗാന്ധി ഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.